മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്ന് ധർമ്മസംരക്ഷണത്തെക്കുറിച്ച് ഒരു സന്ദേശം ഈ യൂട്യൂബിലൂടെ നൽകുന്ന സന്ദേശം കേട്ട് സ്വയം കർമ്മദീക്ഷ സ്വീകരിച്ച കുറേ വ്യക്തികളുണ്ട്. അവനവൻ്റെ വീട്ടിലെ പൂജാമുറിയിൽ ഭാരതമാതാവിനെയും നമ്മുടെ ഋഷിവര്യന്മാരെയും സാക്ഷി നിർത്തി അവനവൻ്റെ ജീവിതത്തിൽ കർമ്മമണ്ഡലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇടയ്ക്ക് ലഭിക്കുന്ന ഊർജവും സമയവും ഒരൽപ്പം സമ്പത്തും അത് സനാതനധർമ്മത്തിൻ്റെ സംരക്ഷണത്തിന് ഉപയോഗിച്ച് പ്രവർത്തിച്ചു കൊള്ളാം, കർമ്മനിരതരായിക്കൊള്ളാം എന്ന് സ്വയം ദീക്ഷയെടുത്ത കുറേ വ്യക്തികളുണ്ട്. കർമ്മദീക്ഷയെക്കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അവനവൻ സ്വയം നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും അഭിവൃദ്ധിക്കായിട്ട് അക്ഷരാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നതിന് സ്വയം തയ്യാറാവുന്ന ഒരു ആത്മപ്രതിജ്ഞ ഏത് രീതിയിലായാലും വിരോധമില്ല, ഏത് സംഘടനയിലൂടെ ആയാലും വിരോധമില്ല, ഏത് പ്രസ്ഥാനത്തിലൂടെ ആയാലും വിരോധമില്ല എന്ന് അന്ന് സൂചിപ്പിച്ചിരുന്നു. അവരോടും ഈ യൂട്യൂബ് കേൾക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോടും ഇന്ന് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാകണം. എൻ്റെ മനസ്സിന് സന്തോഷം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. എൻ്റെ മനസ്സിനെ തളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കൊണ്ടുപോകൽ എൻ്റെ ധർമ്മമാണ്. എൻ്റെ ശരീരത്തിന് അനാരോഗ്യമുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിന് ആരോഗ്യക്കുറവുണ്ടെങ്കിൽ, എൻ്റെ ശരീരത്തിന് രോഗമുണ്ടെങ്കിൽ ആ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കുന്നതിന് വേണ്ടതെല്ലാം ചെയ്യുക എൻ്റെ ധർമ്മമാണ്. എൻ്റെ മനസ്സിനെ ഉയർത്തൽ എൻ്റെ ധർമ്മമാണ്. എൻ്റെ ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കൽ എൻ്റെ ധർമ്മമാണ്, സ്വധർമ്മമാണത്. എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ മാതാപിതാക്കള്, ഇവരെ എല്ലാവരെയും സംരക്ഷിക്കുക അതെൻ്റെ ധർമ്മമാണ്. എൻ്റെ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്, മക്കൾക്ക്, മാതാപിതാക്കൾക്ക് എന്തെല്ലാം കുറവുകളുണ്ടെങ്കിലും അവർക്ക് എന്തെല്ലാം പരിമിതികളുണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിലും അവരെ സംരക്ഷിക്കുക, അവരുടെ നന്മകളും തിന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അപ്പം മനസ്സിനെ ഉയർത്തൽ എൻ്റെ ധർമ്മത്തിൻ്റെ ഭാഗം. എൻ്റെ ശരീരത്തിനെ ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നറിഞ്ഞുകൊണ്ട് ശരീരത്തെ ആരോഗ്യമുള്ളതാക്കൽ എൻ്റെ ധർമ്മം. എൻ്റെ കുടുംബാംഗങ്ങളെ എന്തെല്ലാം തിന്മകളുണ്ടെങ്കിലും അവർക്ക് നന്മകൾ ഉണ്ടാകാൻ പാകത്തിന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ ധർമ്മമാണ്. എൻ്റെ സമൂഹം, എൻ്റെ രാഷ്ട്രം, എൻ്റെ സമൂഹത്തിൽ അനവധി തരത്തിലുള്ള വ്യക്തികളുണ്ട്. ഞാൻ ഔദ്യോഗികമായി ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ ഓഫീസിൽ പ്രവർത്തിക്കുന്നവരെല്ലാം എൻ്റെ സമൂഹത്തിലുള്ളവരാണ്. റെസിഡൻഷ്യൽ അസോസിയേഷനിൽ പ്രവർത്തിക്കുമ്പോൾ അവരെല്ലാം എൻ്റെ സമൂഹത്തിൽപ്പെടുന്നവരാണ്. എൻ്റെ പ്രദേശത്തുള്ളവർ എൻ്റെ സമൂഹത്തിൽപ്പെടുന്നവരാണ്. ഞാൻ പണ്ട് പഠിച്ചപ്പോൾ എൻ്റെ കൂട്ടത്തിൽ പഠിച്ചവർ, പരിചയക്കാരും സമൂഹത്തിൻ്റെ ഭാഗമാണ്. അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഒന്ന് മാത്രമാണ്.
പക്ഷേ എൻ്റെ സമൂഹം എന്ന് പറയുമ്പോൾ ഏറ്റവും അടുത്ത് വരുന്നത് സനാതന ധർമ്മം പാലിക്കുന്ന, ആ കർമ്മമണ്ഡലത്തിൽ ജീവിക്കുന്ന, സനാതന ധർമ്മത്തിൻ്റെ നന്മകളും തിന്മകളും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുന്ന ഒരു സമൂഹമാണ് എൻ്റെ ഏറ്റവും അടുത്ത സമൂഹം. അതായത് എൻ്റെ വിശ്വാസം പോലെ, എൻ്റെ ആചാരങ്ങൾ പോലെ, എൻ്റെ വിചാരങ്ങൾ പോലെ, എൻ്റെ വിശ്വാസങ്ങൾ പോലെ, എൻ്റെ സങ്കല്പങ്ങൾ പോലെ, എൻ്റെ ജീവിതത്തെ ധന്യമാക്കുന്ന ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, എൻ്റെ രാഷ്ട്രത്തിൻ്റെ പൈതൃകത്തിൽ നൽകിയിരിക്കുന്ന ആ കഥകളും അനുഭവങ്ങളും സന്ദേശങ്ങളും അനുഭവിച്ച് അനുശാസിച്ച് ജീവിക്കുന്ന സനാതന ധർമ്മത്തിലെ അനേകായിരം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനത ഉണ്ട്. അവരാണ് എൻ്റെ സമൂഹത്തിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവര്. അതായത് എന്നെ പോലെയുള്ള ആചാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും സങ്കല്പങ്ങളും ഗ്രന്ഥങ്ങളും സന്ദേശങ്ങളും കഥകളും അനുഭവങ്ങളും കേട്ട് അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ജീവിക്കുന്ന ഒരു സമൂഹം, അവര് എൻ്റെ ഏറ്റവും അടുത്തുള്ള വ്യക്തികളാണ്. അവരെ ഉയർത്തുക, ഉണർത്തുക, വളർത്തുക, അവരെ തളർത്താതിരിക്കുക, അവരെ തകർക്കാതിരിക്കുക, അവരെ വരൾച്ചയിലേക്ക് തള്ളിവിടാതിരിക്കുക, അവരെ വളർത്തുക, ഉയർത്തുക, ഉണർത്തുക, അത് സനാതന ധർമ്മവിശ്വാസിയായ എൻ്റെയും നിങ്ങളുടെയും ധർമ്മമാണ്, കർത്തവ്യമാണ്, ഉത്തരവാദിത്വമാണ്. നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്ന ഒരു കർമ്മപന്ഥാവാണ്. അപ്പം എൻ്റെ സമൂഹത്തെ ഉയർത്തുക, അത് ഇന്ന് ഹൈന്ദവ ജനത ചെയ്യുന്നില്ല. അതിൻ്റെ പരിണത ഫലം എന്താണ്? ഹിന്ദു ധർമ്മത്തിലെ നന്മ നിറഞ്ഞ സന്ദേശങ്ങളെ പോലും അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയിട്ട് ക്രൈസ്തവരും മുസ്ലിങ്ങളും അവരുടെ പൈതൃകത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന് വ്യക്തമായിട്ടറിയാം. ബൈബിള് ഒന്ന് ശരിക്ക് വായിച്ചാൽ, ഒരു പ്രാവശ്യം വായിച്ചാൽ പിന്നെ അത് വായിക്കില്ല. ഞാൻ ബൈബിളിനെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല. കാരണം ബൈബിള് ഭാരതീയരായ ജനതയ്ക്ക് വേണ്ടി എഴുതിയ ഗ്രന്ഥം അല്ല. ഖുറാനും ഭാരതീയരായ ജനതയ്ക്ക് വേണ്ടി എഴുതിയതല്ല. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള വേദങ്ങളും ഉപനിഷത്തുക്കളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ദർശനങ്ങളും അനവധി ധർമ്മശാസ്ത്രങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ ഒരു രാഷ്ട്രത്തില് ബുദ്ധിക്കും യുക്തിക്കും അതുപോലെ ശാസ്ത്രത്തിനും നിരക്കാത്ത കുറേ കാര്യങ്ങൾ സൗദി അറേബ്യയിൽ അന്ന് ജീവിച്ചിരുന്ന പ്രാകൃതരായ ജനങ്ങൾക്ക് വേണ്ടി എഴുതിയ പുസ്തകത്തില്, ഇസ്രായേലില് മരുഭൂമിയില് അന്ന് ജീവിച്ചിരുന്ന പ്രാകൃതരായ ജനവിഭാഗത്തിനെ കുറെ കൂടി സാംസ്കാരിക ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എഴുതിയ ഗ്രന്ഥങ്ങള് സംസ്കാരത്തിൻ്റെയും ബുദ്ധിയുടെയും ജ്ഞാനത്തിൻ്റെയും അത്യുന്നതങ്ങളിൽ നിൽക്കുന്ന, മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ, മാനവരാശിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും എവിടെ ലഭിക്കുമെന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഭാരതം എന്ന രാഷ്ട്രത്തെ ആയിരിക്കും. ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, ഈ ലോക ജനത മരവുരിയും ഇലയുമുടുത്ത് നഗ്നത മറച്ചുകൊണ്ട് നടക്കുന്ന കാലത്ത് സമ്പൂർണ്ണ സാംസ്കാരിക സമ്പന്നമായ ഒരു രാഷ്ട്രം ഭാരതത്തിൻ്റെ ചക്രവാളത്തിൻ്റെ കീഴിൽ നിലനിന്നിരുന്നു എന്നുള്ളത് അവര് നമ്മളെ എണ്ണാൻ പഠിപ്പിച്ചു, ചിന്തിക്കാൻ പഠിപ്പിച്ചു, പ്രവർത്തിക്കാൻ പഠിപ്പിച്ചു, അറിവെന്താണെന്ന് അവർ നമ്മളെ പഠിപ്പിച്ചു എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ, അറിവിൻ്റെ മഹാസാഗരമുള്ള ഭാരതത്തില് ഈ അറബികൾക്ക് വേണ്ടി എഴുതിയ ഒരു ഗ്രന്ഥം ചെലവഴിക്കുക, ഇസ്രായേലിലെ മരുഭൂമിയിലെ ഒട്ടകത്തെയും അല്ലെങ്കിൽ ആടുമാടുകളെയും മേയിച്ചുകൊണ്ട് നടന്നിരുന്നവർക്ക് വേണ്ടി എഴുതിയ കഥകള്, അത് ഇവിടെ ചെലവഴിക്കുമ്പോൾ നമ്മളിൽ ചിലർക്ക് അതാണ് സത്യം എന്ന് തോന്നാൻ കാരണം എന്താ അറിയോ? ഒറ്റ ഉത്തരമേ അതിനുള്ളൂ. നമ്മുടെ സമുജ്വലമായ അഗാധമായ സന്ദേശങ്ങളും അനുഭവങ്ങളും ഗ്രന്ഥങ്ങളും അവരെ യഥാവിധി പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ എൻ്റെ പൈതൃകത്തെക്കുറിച്ച് ഞാൻ ഇഗ്നോറൻ്റ് ആണെങ്കിൽ മറ്റാരെങ്കിലും അവരുടെ പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോൾ
അത് മഹത്താണെന്ന് എനിക്ക് തോന്നും. അത് പറയുന്ന ആൾക്ക് ചതിക്കാനും വഞ്ചിക്കാനും പറ്റിക്കാനും അവഹേളിക്കാനും അപകീർത്തിപ്പെടുത്താനും കഴിവുകൂടി ഉണ്ടെങ്കിൽ, ഇപ്പൊ ക്രിസ്ത്യാനികൾ ചെയ്യുന്ന പോലെ അവഹേളിക്കാനും കഴിവുകൂടി ഉണ്ടെങ്കിൽ, ഭാരതീയന്റെ മനസ്സിൽ അവനവന്റെ പൈതൃകത്തെ ബുദ്ധിക്കും യുക്തിക്കും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആ പൈതൃകത്തെ നിരാകരിച്ച് ഈ ക്രൈസ്തവ ഇസ്ലാമിക പൈതൃകം സ്വീകരിക്കാൻ ഒരു വിഷമവും അവർക്ക് തോന്നില്ല. കാരണം അവനവന്റെ പൈതൃകത്തെക്കുറിച്ച് നമ്മൾ അജ്ഞരാണ്, ഇഗ്നോറൻ്റ് ആണ്. ആ ഇഗ്നോറൻസിലേക്ക് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്പം മുമ്പ് ഞാൻ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു, എൻ്റെ മനസ്സിനെ ഉയർത്തുക, അതെൻ്റെ ധർമ്മമാണ്. എൻ്റെ ശരീരത്തിനെ ആരോഗ്യമുള്ളതാക്കുക, അതെൻ്റെ ധർമ്മമാണ്. എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക, അവരെ നന്മ നിറഞ്ഞ രീതിയിലേക്ക് കൊണ്ടുപോവുക എൻ്റെ ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ എൻ്റെ ഡ്യൂട്ടിയാണ്, എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്, എൻ്റെ പ്രിവിലേജാണ്. അതുപോലെ എൻ്റെ സമൂഹത്തെയും സനാതന ധർമ്മത്തെയും അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് കൊണ്ടുപോകാൻ ഇസ്രായേലിലെ ഗ്രന്ഥം അത് ഊതി വീർപ്പിച്ച് ഈ ചില ചാനലുകളിലെല്ലാം സുവിശേഷ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നതൊക്കെ പേരൂർക്കടയിലെ മെന്റൽ ഹോസ്പിറ്റലിലെ ചില ഭ്രാന്തന്മാരെ കുറിച്ചാണ്. ഞാൻ അറിഞ്ഞുകൊണ്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അതായത് എന്തെല്ലാമാണ് ദൈവം 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ ആക്രോശിക്കുന്നത്. അത് കേട്ട തുള്ളിച്ചാടുന്ന കുറെ പേരും വേറെ ഉണ്ട്. ആലോചിച്ച് നോക്കുക, യഥാർത്ഥത്തിലെ ഈശ്വര വിശ്വാസം, ആത്മീയത എന്ന് പറയുന്നത് ഇതെല്ലാം ആണോ? ആണെന്ന് ധരിച്ച് നമ്മുടെ പൈതൃകത്തെ അവഹേളിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാശ് കൊടുത്ത് ജോലി കൊടുത്ത് സഹായിക്കുക എന്നുള്ള വ്യാജേന, വിവാഹത്തിന് വേണ്ടിയിട്ട് തയ്യാറാപ്പിക്കുക എന്ന വ്യാജേന ഉള്ള വീട് പൊളിച്ച് പള്ളിയിൽ നിന്ന് ലോൺ കിട്ടുമെന്ന് പറഞ്ഞ് ഉള്ള വീടും കൂടി ഇല്ലാതെയായി പിന്നെ പള്ളിയിൽ പോയിട്ട് ലോൺ എടുത്ത് വീട് വെക്കേണ്ടി വരുന്ന രീതിയിൽ ട്രാപ്പിലാക്കുന്ന അവസ്ഥ, കടം കൊടുത്ത് കടം തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ക്രിസ്ത്യാനിയാക്കുന്ന അവസ്ഥ. ചുരുക്കത്തിൽ നമ്മളൊന്ന് ആലോചിച്ചാൽ മതി, ക്രൈസ്തവർ അവരുടെ മതം പ്രചരിപ്പിക്കുന്ന രീതി എത്രയും നീചവും നിന്ദ്യവുമാണ്. ഇതിനെന്താ കാരണം? അവരുടെ ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ കുരിശുമെടുത്ത് എൻ്റെ പുറകെ വരിക, ഏക ദൈവം യേശു ക്രിസ്തുവാണ്, ഞാനല്ലാതെ വേറെ വഴിയില്ല, വേറെ മാർഗമില്ല, എന്നിലൂടെ മാത്രമേ സ്വർഗരാജ്യമുള്ളൂ എന്നെല്ലാം പറഞ്ഞിരിക്കുന്ന അബദ്ധ ജടിലമായ വരികൾ പാവപ്പെട്ടവരുടെ തലയിലേക്ക് അടിച്ചു കയറ്റി അവന് കാശും കൊടുത്ത് അവന് കുറച്ച് സന്തോഷവും കൊടുത്ത് നിരന്തരം അവൻ്റെ വീട്ടിൽ ചെന്ന് സ്വസ്ഥത കെടുത്തി മതപരിവർത്തനം നടത്തുന്നതിന് കാരണം ഹൈന്ദവ ജനത നമ്മുടെ സമൂഹത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഒന്നും ചെയ്യണില്ല. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഹൈന്ദവ ധർമ്മരീതി എന്ന് പറയുന്നത് ഒരു പുറമ്പോക്ക് മാതിരിയാണ്. ആർക്ക് വേണമെങ്കിലും കയറാം, എങ്ങനെ വേണമെങ്കിലും വെട്ടിപ്പിടിക്കാം, അതിനെ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. നാഗാലാൻഡിൽ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യമുണ്ട്. അവിടെ ധാരാളം വ്യക്തികൾ ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു വരാൻ തയ്യാറാണ്. അവർ ദുഃഖവെള്ളിയാഴ്ച പോലും ആഘോഷിക്കുകയാണ് ചെയ്യുക. ദുഃഖവെള്ളിയാഴ്ച യഥാർത്ഥത്തിൽ ദുഃഖിച്ച് ആചരിക്കുകയല്ലേ വേണ്ടത്. ആ നാഗാലാൻഡിലുള്ളവർക്ക് യേശു ക്രിസ്തുമാരാണെന്ന് അറിഞ്ഞൂടാ, കന്യാമറിയത്തിൽ എങ്ങനെയാ യേശു ക്രിസ്തു ജനിച്ചതെന്ന് അറിഞ്ഞൂടാ, അതുപോലെ ക്രൈസ്തവമായ ആചാരങ്ങൾ ഒന്നും അറിഞ്ഞൂടാ. പക്ഷെ അവർ ക്രിസ്ത്യാനികളാണെന്ന് അവരുടെ രക്തത്തിലേക്ക് ഈ കറുപ്പ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റുന്ന മാതിരി കയറ്റിയിട്ടുണ്ട്. അത് കാരണം എല്ലാ ക്രിസ്ത്യൻ ഉത്സവവും വെള്ളമടിച്ച് ആഘോഷിക്കാൻ ഇവിടുത്തെ അച്ഛന്മാർ, കേരളത്തിലെ അച്ഛന്മാർ, നാഗാലാൻഡിലുള്ളവർ അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് ഇന്നലത്തെ TV-യിൽ കണ്ടു, ഡിസംബർ 8, 4, 8 തീയതികളിൽ മണിപ്പൂരിലുള്ള എലക്ഷൻ മാറ്റിവെച്ചു. കാരണം അവിടെയുള്ള ക്രിസ്ത്യാനികൾക്ക് വോട്ട് ചെയ്യാൻ. മണിപ്പൂരും ഏതാണ്ട് പൂർണ്ണമായിട്ട് ക്രൈസ്തവവൽക്കരിച്ചു. അത് ബൈബിളിലെ നന്മകൾ പറഞ്ഞു കൊടുത്തിട്ടൊന്നും അല്ല ക്രൈസ്തവവൽക്കരിച്ച്, ബൈബിളിലെ ഭീഷണിപ്പെടുത്തുന്ന വരികൾ പറഞ്ഞു കൊടുത്തിട്ടാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നു?
മണിപ്പൂരിലെ ജനങ്ങൾക്ക് അവരുടെ ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണില്ല. അപ്പോൾ നമ്മുടെ വീട്ടിനകത്ത് അപജയം ഉണ്ടാവുമ്പോൾ, നമ്മുടെ ശരീരത്തിൽ അപജയം ഉണ്ടാവുമ്പോൾ അവയെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വവും ധർമ്മവും ആകുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് പറ്റിയ അബദ്ധത്തിൽ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർമ്മനിരതരാവുക. ഇന്നലെയും മിനിഞ്ഞാന്ന് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ആ വിവരണത്തിൻ്റെ ചുവട്ടിൽ ധാരാളം പേര് എഴുതിയിരുന്നു, ഞങ്ങളുടെ കൂടെ ഉള്ളവര് ക്രിസ്ത്യാനികളാവാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് സാറിൻ്റെ യൂട്യൂബ് പ്രഭാഷണങ്ങൾ അവരെ കേൾപ്പിച്ചത്. അവർക്ക് മനസ്സിലായി ക്രിസ്തു മതത്തിൽ ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ല എന്ന്. വെറും ഊതി വീർപ്പിച്ച കഥകളും വെറും തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളും ദൈവത്തെ ഭയപ്പെടുത്തി ദൈവം വന്നു എന്ന് കൂക്കി വിളിച്ച് സുവിശേഷം നടത്തി നെഞ്ചത്തടിച്ച് പിന്നെ തിന്നാനും വേണ്ടത് കൊടുത്ത് പൈസയും കൊടുത്ത് അല്ലെങ്കിൽ ആ വീട്ടുകാർക്ക് ജോലിയും കൊടുത്ത് മതപരിവർത്തനം നടത്തലാണ് സംഭവിക്കുന്നതെന്ന് മതപരിവർത്തനത്തിന് വിധേയമാവാൻ പോകുന്നവരെ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോൾ അവരെല്ലാം തിരിച്ചു വന്നു എന്ന് യൂട്യൂബിലെ ആ കമൻ്റ് കേട്ട്, യൂട്യൂബിലെ വിവരണങ്ങൾ കേട്ട് ചുവട്ടിൽ കമൻ്റ് എഴുതിയുണ്ടായി. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ ധർമ്മത്തിൻ്റെ മഹത്വം ഒരു 10-25 പോയിന്റ് എങ്കിലും നിങ്ങൾ പഠിക്കണം. പഠിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം നിങ്ങൾക്ക് എത്തിച്ചു തരാൻ ഒരു വിരോധമില്ല. നമ്മുടെ ഉപനിഷത്തുക്കൾ പരമമായ സത്യങ്ങളാണ് പറയുന്നത് എന്ന് അത്രയെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. വേദങ്ങള് അത് മാനവരാശിക്ക് വേണ്ടി യുനെസ്കോ പോലും വേൾഡ് ഹെറിറ്റേജ് ആയിട്ട് അംഗീകരിച്ച ആ വേദങ്ങളിൽ സന്ദേശങ്ങളാണുള്ളത്, നല്ല സന്ദേശങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കണം. രാമായണത്തില് ജീവിതാനുഭവങ്ങളാണുള്ളതെന്ന് പറഞ്ഞു കൊടുക്കണം. അതിലെ അനുഭവങ്ങൾ പഠിച്ചു വേണം തിന്മകളിൽ നിന്ന് നന്മകളിലേക്ക് പ്രയാണം ചെയ്യാനെന്ന്. മഹാഭാരതത്തിലെ അനുഭവങ്ങളും കഥകളുമാണ് ഉള്ളത്. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമുക്ക് അതിൽ ആവശ്യമായിട്ടുള്ളതെല്ലാം എടുക്കണം എന്ന് പറഞ്ഞു കൊടുക്കാനും, പുരാണത്തിലെ കഥകളായിട്ട് വിശകലനം ചെയ്ത് അതിൽ നിന്ന് നന്മ നിറഞ്ഞ സന്ദേശങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പാകത്തിന് കർമ്മയോഗികളായ നിങ്ങൾ തയ്യാറാവണം. അവിടെ കൊണ്ട് തീർന്നില്ല. ഒന്നുകൂടി ആലോചിക്കുക. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോടും പാണ്ഡവരോടും പറഞ്ഞത് അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാനാണ്. ശ്രീകൃഷ്ണൻ പാണ്ഡവരോട് ഹിമാലയത്തിൽ ചെന്ന് തപസ് ചെയ്യാനല്ല പറഞ്ഞത്, അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യാനാ പറഞ്ഞത്. ആ അധർമ്മത്തിന് കൂട്ടുനിൽക്കുന്നവരായ ഭീഷ്മരുടെ മുമ്പിൽ ശിഖണ്ഡിയെ നിർത്തി അടിച്ചു തെറിപ്പിക്കാനാ പറഞ്ഞത്. ദ്രോണരെ, അധർമ്മത്തിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ദ്രോണരെ തളർത്താൻ സാധിക്കില്ല എന്നറിഞ്ഞതുകൊണ്ട് അശ്വത്ഥാമാവ് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ദ്രോണരെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞു. കർണൻ വില്ലാളി വീരനും വീരശൂര പരാക്രമിയുമാണ്. രഥചക്രം മണ്ണിലേക്ക് പൂണ്ടുപോയപ്പോ പറഞ്ഞു കർണനെ അടിച്ചു തെറിപ്പിക്കാൻ. എന്തേ അങ്ങനെ പറയാൻ കാരണം? അവനവന്റെ ധർമ്മത്തെയും രാഷ്ട്രത്തിന്റെ ധർമ്മത്തെയും സമൂഹത്തിന്റെ ധർമ്മത്തെയും നിലനിർത്തേണ്ടത് ഈശ്വരനല്ല. അത് ഈശ്വരന്റെ ദൗത്യമല്ല, മനുഷ്യനിലൂടെ ഈശ്വരൻ ചെയ്യിക്കാൻ. അതുകൊണ്ടാണ് പാണ്ഡവരോട് യുദ്ധം ചെയ്യാൻ പറഞ്ഞത്. യുദ്ധം ചെയ്ത് അധികാരം ഇന്നത്തെ രാഷ്ട്രീയക്കാരെ പോലെ കസേരയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാനല്ല പറഞ്ഞത്, ധർമ്മം സ്ഥാപിക്കാനായിട്ട്. സത്യം, ധർമ്മം, നീതി, ന്യായം ഇത് നിലനിർത്താനായിട്ട് ഓരോ വ്യക്തിക്കും ഉത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ഗ്രന്ഥങ്ങളെ, നമ്മുടെ ആചാരങ്ങളെ, വിചാരങ്ങളെ പഠിക്കണം. അത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മളുടെ ധർമ്മത്തിൽ നിന്ന് മറ്റ് ധർമ്മത്തിലേക്ക് വഴിതെറ്റി പോകുന്നവരെ തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ അവരെ ഏതെല്ലാം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയിട്ടാണോ അങ്ങോട്ട് കൊണ്ടുപോയത്, ആ ബൈബിളിലെ അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ പഠിക്കണം. ഇന്നലെ ഒരാൾ എനിക്ക് എഴുതുകയുണ്ടായി, ബൈബിളിന്റെ ഉൽപ്പത്തി തുടക്കത്തിൽ തന്നെ അബദ്ധജടിലമായ ധാരണകളാണ് ഉള്ളത്. 1-ാം ദിവസം 2-ാം ദിവസം ദൈവം പറഞ്ഞു വെളിച്ചം ഉണ്ടാകട്ടെ എന്ന്. 4-ാം ദിവസമാണ് സൂര്യൻ ഉണ്ടായത്. അപ്പൊ സൂര്യൻ ഇല്ലാണ്ട് എങ്ങനെയാ വെളിച്ചം ഉണ്ടാവുക? വെളിച്ചം ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ വെളിച്ചം ഉണ്ടാവുമോ? ദൈവത്തിന് അങ്ങനെ കപ്പാസിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ആ ദൈവം ആദത്തിനെയും അവയെയും ഉണ്ടാക്കുമ്പോൾ ഒരു പെണ്ണിനെ ഉണ്ടാക്കാൻ ദൈവത്തിന് മറന്നുപോയോ? പിന്നെ ആദത്തിന്റെ വാരിയെല്ലെടുക്കാതെ
ഈ പെണ്ണിനെ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്ന് അങ്ങനെ ഒരു പെണ്ണ് വേണമെന്ന് പോലും തിരിച്ചറിയാൻ ബോധമില്ലാത്ത ഒരു ദൈവമാണ് എല്ലാം സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്നത് എന്തൊരു അബദ്ധമല്ലേ. എന്നിട്ട് മാത്രമല്ല അതൊക്കെ വെറും കെട്ടുകഥയാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല. ഈ ആദത്തിനും അവ്വയ്ക്കും കായീൻ എന്ന മകനുണ്ടായി. അവന് കായീൻ വിവാഹം കഴിച്ചു. അപ്പൊ ആ പെണ്ണ് എവിടുന്നാ വന്നേ? അത് ബൈബിളിൽ ഉത്തരമില്ല. അത് കഴിഞ്ഞിട്ട് അവർക്ക് എഫ്രൈൻ എന്നൊരു മകനുണ്ടായി, ആബേലോ അങ്ങനെ ഉണ്ടായി. അവരൊക്കെ വിവാഹം കഴിച്ചു. അപ്പൊ ഇവർക്ക് ഉണ്ടായതൊക്കെ ആൺകുട്ടികളാണ്, ഇവരൊക്കെ വിവാഹം കഴിച്ചത് പെൺകുട്ടികളെയാണ്. ആ പെൺകുട്ടികൾ എവിടെ നിന്ന് വന്നു എന്നൊരൊറ്റ ചോദ്യം മതി ബൈബിളിന്റെ അടിത്തറ പോലും ഇളക്കാൻ. എന്താ അങ്ങനെ പറയാൻ കാരണം? ആ ആദവും അവ്വയും സംഗമിച്ച് കായീൻ എന്ന പുത്രൻ ഉണ്ടാക്കിയതാണ് ആദി പാപം. ആ ആദി പാപത്തിന് വേണ്ടിയിട്ടാണ് യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയത്. അപ്പൊ ആദി പാപം എന്നൊരു അബദ്ധമേ ഇല്ല. ഇല്ലാത്ത ഒരു അബദ്ധം, ഇല്ലാത്തൊരു പാപത്തിന്റെ പേരില് ദൈവം തന്നെ കന്യാമറിയത്തിൽ ഗർഭം ഉണ്ടാക്കിയിട്ട് കുരിശിലേറ്റിയിട്ട് കൊല്ലണം എന്ന് പറഞ്ഞാല് എത്ര വിചിത്രമായിട്ടുള്ള ഒരു കഥയാന്ന് നോക്കുക. ചരിത്രമല്ലാതെ ഇന്ന് യേശു ക്രിസ്തു മരിച്ചിട്ടുമില്ല. ലൂക്കോസിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിച്ചാൽ എങ്ങനെ ലഭിക്കുമെന്ന്. യേശു മരിച്ചിട്ടില്ല, മരിക്കാത്തവനെ മരിച്ചു എന്ന് പറയുക. കേരളത്തിലേക്ക് വരാത്ത സെന്റ് തോമസ് വന്നു എന്ന് പറയുക. മാർക്കം കൂട്ടാത്ത നമ്പൂതിരിമാരെ മാർക്കം കൂട്ടി എന്ന് പറയുക. എന്തെല്ലാം അബദ്ധ ജടിലമായ വരികൾ കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ഒരു മതം ഉണ്ടെങ്കിൽ അത് ക്രിസ്തുമതാണ്. അതിൻ്റെ അബദ്ധ ജടിലമായ വരികൾ മുഴുവനും അമേരിക്കക്കാർക്കും കാനഡക്കാർക്കും ഇംഗ്ലണ്ടുകാർക്കും മനസ്സിലായതിനെ കുറിച്ച് ഞാൻ ഇന്നലെ വിവരിക്കുകയുണ്ടായി. അവരൊക്കെ ആ മതത്തെ പൂർണ്ണമായിട്ടും തിരസ്കരിച്ചു. ബൈബിള് പോലും എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇതെന്തിനാ ഇപ്പൊ പറയുന്നത് തന്നെ എന്തിനാ പറയുന്നത്? ഇത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ധർമ്മത്തിൻ്റെ നന്മകളും നിങ്ങൾ പഠിക്കണം, നമ്മുടെ ധർമ്മത്തിലെ തിന്മകളും പഠിക്കണം, നമ്മുടെ ധർമ്മത്തിലുള്ള അന്ധവിശ്വാസങ്ങളും സനാതന ധർമ്മത്തിലുള്ള അന്ധവിശ്വാസങ്ങളും പഠിക്കണം, ദുരാചാരങ്ങളും പഠിക്കണം. എന്നിട്ട് നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും ചെയ്തതുപോലെ നമ്മുടെ ധർമ്മത്തിലുള്ള അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും മാറ്റണം. സദാചാരങ്ങളെ ഉയർത്തണം, ഉണർത്തണം, വളർത്തണം. മറ്റു മതത്തിലുള്ള നന്മകൾ എടുക്കുന്നതിന് ഒരു കാരണവശാലും വിരക്തി കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതിലെ തിന്മകള് ശരിക്ക് ഉയർത്തിപ്പിടിച്ച് ഈ മതപരിവർത്തനത്തിന് വിധേയമാവുന്നവരെ തടയുകയും വേണം, കുറേ പേരെ തിരിച്ചു കൊണ്ടുവരികയും വേണം. ഞാൻ ബഹ്റൈനിൽ അടുത്ത കാലത്ത് പോയിരുന്നു. NSSകാർ വളരെ ആക്റ്റീവാ, SNDPക്കാരും വളരെ ആക്റ്റീവാ. അവിടെ കുറേ പേരോട് ഞാൻ പറഞ്ഞു, നായർ സമുദായത്തിൽ നിന്ന് ചതിയിലും വഞ്ചനയിലും പെട്ട് ഈ ക്രിസ്തുമതത്തിലേക്ക് പോകുന്നവരെ നായർ സമുദായം ഒരുമിച്ച് നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. സാധിക്കുമെങ്കിൽ പണ്ട് പോയവരെയും തിരിച്ചു കൊണ്ടുവരണം. ശ്രീനാരായണ ധർമ്മപ്രസ്ഥാനം വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിൽ അതിശക്തമാണിപ്പോ. അവർക്ക് ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് അറിഞ്ഞൂടാ, പക്ഷെ കേൾക്കാൻ അവർ വളരെ തയ്യാറാ. നാരായണ ഗുരുമന്ദിര സമിതിയിൽ ഞാൻ ഈ സെപ്റ്റംബർ മാസത്തിലെ പ്രഭാഷണത്തിന് പോയിരുന്നു ബോംബെയിലേക്ക്. അവിടെ നാരായണ മന്ദിര സമിതിയിലെ സെക്രട്ടറിമാരും പ്രസിഡന്റുമാരോടും എല്ലാവരോടും ഈ മതപരിവർത്തനത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു. ഗുരുദേവൻ ഈ ഹിന്ദു ധർമ്മത്തിൽ നിന്ന് ക്രിസ്തു മതത്തിലേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവന്നത് ധനുവച്ചപുരം, അതുപോലെ തന്നെ ഊരമ്പ്, അമ്പൂരി, കാട്ടാക്കട, പാറശാല, ചെങ്ങന്നൂര് തുടങ്ങിയ സ്ഥലങ്ങളിൽ ക്രിസ്തുമതം സ്വീകരിച്ച ഈഴവരെ തിരിച്ചു കൊണ്ടുവന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ചരിത്ര സത്യമായി പറഞ്ഞപ്പോൾ അവർക്കെല്ലാം 5 മിനിറ്റ് കൊണ്ട് മനസ്സിലായി. ഞാൻ അവരോട് പറഞ്ഞു, ഏറ്റവും അധികം ജനങ്ങള് ഹിന്ദുക്കള് ക്രിസ്തുമതത്തിലേക്ക് പോകുന്നത് പുലയ മഹാസഭയിൽ നിന്നും ഈഴവരുടെ SNDPയിൽ നിന്നുമാണ്. അവരെ തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചു കൊണ്ടുവരാൻ ഇത്രയും വലിയ വിഷമമൊന്നുമില്ല. അവരിപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധ അബദ്ധ ജടിലമാണെന്ന് ഒരു 5 ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ മതിയാവും. കാരണം ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവിടേക്ക് അവർ പോയത്. അവിടെ ഒന്നുമില്ല എന്ന് അറിയിച്ചാൽ അവരിങ്ങോട്ട് വന്നോളും, ഇവിടെ ഉള്ളത് എന്താണെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ പഠിച്ച് ദുരാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കി അത് ഹൈന്ദവ ജനതയിൽ ഇത് മനസ്സിലാക്കാൻ സൗകര്യം കിട്ടാത്തവർക്ക് പറഞ്ഞു കൊടുക്കണം. 2, നിങ്ങൾ ബൈബിളും ഖുർആനും വായിക്കണം. പഠിക്കാൻ അതിനകത്ത് ഒന്നുമില്ല.
വായിച്ച് അതിനകത്തുള്ള ഇപ്പോ യഹോവ എന്നൊരു ദൈവത്തെ നിങ്ങൾ ഉൽപ്പത്തി മുതൽക്ക് പഴയ നിയമം അവസാനിക്കുന്നത് വരെ ജെറേമിയ, രാജാക്കന്മാര്, നെഹൂം, തുടക്കത്തില് ഉൽപ്പത്തി, പുറപ്പാട്, സംഖ്യ, ലേവിയർ, ഇങ്ങനെ ഓരോ അതിലെ ഒരു 2-3 വരികൾ വായിച്ചാൽ മതി. ഇത്രയും അബദ്ധ ജഡിലാണെന്ന് മനസ്സിലാക്കാൻ ഒരു വിഷമമില്ല. മുഴുവനൊന്നും വായിക്കാൻ നിൽക്കണ്ട. അത്ര വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ആ പുസ്തകം എന്നുള്ളത്. എന്നിട്ട് ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രതിഷേധാത്മകമായ രീതിയിലല്ല, അറിയിക്കാനുള്ള രീതിയിൽ. ഈ മുഷ്ടി ചുരുട്ടിയിട്ട് ആകാശത്തിലേക്ക് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ച് ഒന്നും നേടിയിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കണില്ലേ? അങ്ങനെയല്ല വേണ്ടത്. നാരായണ ഗുരുദേവൻ പറഞ്ഞ പോലെ വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ശ്രമിച്ചുകൊണ്ടാണ് ഈ ബൈബിളിലെയും ഖുറാനിലെയും അബദ്ധ ജഡിലമായ ഭാരത സംസ്കാരത്തിന് ചേരാത്ത, ഈ മണ്ണില് നിലനിൽക്കാത്ത കുറേ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും പ്രചരിപ്പിക്കുന്നത് എന്ന് മതപരിവർത്തനം ചെയ്ത ക്രിസ്ത്യാനിയോടും മതപരിവർത്തനം ചെയ്യാൻ പോകുന്നവരോടും പറയണം. നാഗാലാൻഡില് ഞാൻ കുറച്ചു മുമ്പ് സൂചിപ്പിച്ചിരുന്നു, അവിടെ ക്രിസ്ത്യാനികൾക്ക് യാതൊന്നും അറിഞ്ഞൂടാ. പക്ഷേ ഹിന്ദു ധർമ്മം അവിടെ പഠിപ്പിക്കാൻ വേണ്ടി പോയ വ്യക്തികൾക്ക് നേരെ ഈ കേരളത്തിൽ നിന്ന് പോയ മിഷണറിമാര്, അവിടുത്തെ മിഷണറിമാരല്ല, കേരളത്തിൽ നിന്ന് പോയ മിഷണറിമാര് നാഗ കലാപകാരികളെ ഇളക്കി വിട്ട് പ്രതിഷേധിപ്പിച്ചു. അവർ പറയുകയും ചെയ്തിട്ടുണ്ട്, അവിടുത്തെ ബിഷപ്പ്, ഞങ്ങൾ ഏത് രീതിയിലാണോ ഹിന്ദുക്കളെ മതപരിവർത്തനം നടത്തിയത് എന്നുള്ളത് ഇപ്പൊ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ഇവിടെയുള്ള നാഗ ക്രിസ്ത്യാനികളിൽ ഒരുവനെ പോലും ഹിന്ദു ധർമ്മത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഞങ്ങൾ അനുവദിക്കില്ല. ആരെങ്കിലും ശ്രമിച്ചാൽ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും എന്ന ഭീഷണിയായിരുന്നു നാഗാലാൻഡിലെ ബിഷപ്പ് പറഞ്ഞത്. ഇത് ഭാരതമെമ്പാടും നടക്കാൻ കാരണം നമ്മുടെ ധർമ്മത്തെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കണില്ല. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കണം. മറ്റ് മതങ്ങളിലുള്ള തിന്മകൾ അത് ഇതെല്ലാമാണെന്ന് സൂചിപ്പിച്ച് അങ്ങോട്ട് പോയവനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. അതേ സമയത്ത് ബൈബിളിലും ഖുറാനിലുമുള്ള നന്മകൾ എടുക്കാൻ മടിക്കാനും പാടില്ല. ലോകത്തിലെ ഏത് ഗ്രന്ഥത്തിലും ഏത് വ്യക്തികളും പറഞ്ഞിരിക്കുന്ന നന്മകൾ സ്വീകരിക്കാനുള്ള ഒരു തുറന്ന മനസ്സ് നമുക്കുണ്ടാവണം. അതാണ് നമ്മുടെ വേദങ്ങൾ പറയുന്നത്. ആനോ ഭദ്രാഹ ക്രതവോ എന്തു വിശ്വതഃ. NSS, SNDP, പുലയ മഹാസഭ പോലെയുള്ളവ സഭകൾ അവരുടെ കൈക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് പോയവരെ തിരിച്ചു കൊണ്ടുവരാനും അവനവന്റെ വീടുകളിൽ ഭജനയും പ്രാർത്ഥനയും പൂജകളും ഒക്കെ നടക്കുമ്പോൾ ഈ മതപരിവർത്തനം ചെയ്തവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഉള്ള യജ്ഞത്തില് അതിലവരെ പങ്കെടുപ്പിക്കുകയും വേണം. നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ, എൻ്റെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, എൻ്റെ ശരീരത്തെ ആരോഗ്യമുള്ളതാക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ, എൻ്റെ കുടുംബ ബന്ധത്തെ ദൃഢമാക്കാനും എൻ്റെ വീട്ടിനകത്ത് ഐശ്വര്യം ഉണ്ടാക്കാനും എനിക്ക് സാധിച്ചില്ലെങ്കിൽ, എൻ്റെ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എൻ്റെ സമൂഹത്തിലുള്ളവരുടെ ഏറ്റവും ശാസ്ത്രീയമായ വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തിക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ഇതിനെ സംരക്ഷിക്കുക? 10 അവതാരങ്ങളും വന്നു കഴിഞ്ഞിട്ടുണ്ടെന്നാ പറയുക. ആ 10 അവതാരങ്ങൾ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി 11ാമത്തെ അവതാരം ഇല്ല. നമ്മളൊക്കെ തന്നെ അവതാരങ്ങള്. നമ്മളൊക്കെ തന്നെയാണ് നമ്മുടെ ധർമ്മത്തെ ഇനി സംരക്ഷിക്കേണ്ടവര്. മാതാമൃതാനന്ദമയുടെ കർമ്മമണ്ഡലത്തിലുള്ളവര് അങ്ങനെ പ്രവർത്തിച്ച്, സായിബാബയുടെ കർമ്മമണ്ഡലത്തിലുള്ളവർ അങ്ങനെ പ്രവർത്തിച്ച്, ചിന്മയാ മിഷനിലുള്ളവർ അങ്ങനെ പ്രവർത്തിച്ച്, ബ്രഹ്മകുമാരീസിലുള്ളവർ അങ്ങനെ പ്രവർത്തിച്ച്, RSSലും വിശ്വ ഹിന്ദു പരിഷത്തിലും ക്ഷേത്ര സംരക്ഷണ സമിതിയിലും ഉള്ളവര് അങ്ങനെ പ്രവർത്തിച്ച്, ശിവസേനയിലുള്ളവര് അതിലെ ആത്മീയത എടുത്താൽ മതി, അല്ലാണ്ട് രാഷ്ട്രീയത എടുക്കാതെ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ഏത് കർമ്മമണ്ഡലത്തിലാണോ ഉള്ളത് സനാതന ധർമ്മ മൂല്യങ്ങള് പഠിച്ച് നിലനിർത്താനും അതിനെ തകർക്കുന്നവർ ഉപയോഗിക്കുന്ന ആയുധങ്ങള് നിഷ്പ്രഭമാക്കാനും നമ്മുടെ കർമ്മയോഗികൾക്ക് സാധിക്കണം. കർമ്മദീക്ഷ സ്വീകരിച്ചവർക്ക് സാധിക്കണം. അതിന് ധാരാളം മെസ്സേജസ് യൂട്യൂബിൽ പലരും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കാം. ഇലക്ട്രോണിക് വിപ്ലവത്തിലൂടെയാണ്, IT ഇൻഫർമേഷൻ ടെക്നോളജിയിലൂടെയാണ് നമ്മുടെ ധർമ്മം ഇനി നമുക്ക് സംരക്ഷിക്കാനുള്ളത്. ഒരു ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇത്രയും ധന്യമായ അറിവിൻ്റെ ഭണ്ഡാര ഇല്ല.
അവിടെ ഒരു അള്ളാഹു പറഞ്ഞു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കുരുവി പറഞ്ഞു, പല്ലി പറഞ്ഞു, കീരി പറഞ്ഞു എന്നുള്ളതെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവർ പോവുക. അതൊരു പുസ്തകമേ ഉള്ളൂ താനും. അതല്ല വേറൊരു പുസ്തകം അന്വേഷിച്ചു പോയാലില്ല. അത് തന്നെയാ ബൈബിളിലും. ലോകം വികസിത രാഷ്ട്രങ്ങള്, ബുദ്ധിയുള്ളവര്, വിദ്യാഭ്യാസമുള്ളവരെ തിരസ്കരിച്ച ഒരു ഗ്രന്ഥാണ് ബൈബിള്. ഇവിടെ കുറെ പേര് അത് ഉപജീവന മാർഗമായിട്ട് സ്വീകരിക്കുന്നു. പെന്തക്കോസ്തുകാർക്കൊക്കെ പണ്ട് ഒരു മാസത്തെ ശമ്പളം 850 രൂപയാണ് മതപരിവർത്തനത്തിന് പോയാൽ. ഇന്ന് 3500 രൂപയാണ്. ഒരാളെ മതം മാറ്റിയാൽ കമ്മീഷനും ഉണ്ട്. ഇതൊക്കെ ഞാൻ അറിയാതെ പറയല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ പറയാൻ. ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, ജാതി അനുസരിച്ച് മതം മാറ്റുമ്പോൾ കമ്മീഷന്റെ അളവും വ്യത്യാസം ഉണ്ടാവും. അപ്പോ ക്രിസ്തുമത പ്രചരണം എന്ന് പറയുന്നത് വെറും ഒരു ഉപജീവന മാർഗമാണ്. തൊഴിലില്ലാത്തവർക്ക് ഈ തൊഴിലില്ലായ്മ വേതനം കൊടുക്കുന്നതിന് പകരം മതപരിവർത്തന വേതനം കൊടുത്തുകൊണ്ട് ബൈബിളിലെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച് ഹൈന്ദവ ജനതയെ മതം മാറ്റുന്നവരുടെ എണ്ണം അനുസരിച്ച് കമ്മീഷൻ മേടിച്ച് ഭാരതമെമ്പാടും നടത്തുന്ന ഈ ധർമ്മ അവഹേളന, ധർമ്മ നിരാകാര, സനാതന ധർമ്മത്തിനെ നിരാകരിക്കുന്ന പ്രവർത്തനത്തെ ഇല്ലാതെയാക്കാൻ ഇനി വേറെ ഒരു അവതാരം വരില്ല. നമ്മൾ തന്നെയാണ് ആ ദൗത്യം ഏറ്റെടുക്കേണ്ടത്. ആ ദൗത്യം ഏറ്റെടുക്കാൻ കർമ്മ ദീക്ഷ സ്വീകരിച്ചവര്, യൂട്യൂബിലെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നവര്, നിങ്ങൾ നിരന്തരം പ്രവർത്തിക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കുന്നത് ക്രിസ്തുമതത്തെ സംരക്ഷിക്കാനാണ്. ഓരോ മുസ്ലിമും അവൻ പുറത്ത് ഏത് രീതിയിൽ പെരുമാറിയാലും, ഒരു ക്രിസ്ത്യാനി പുറത്ത് ഹിന്ദുവിനോടോ മറ്റുള്ളവരോടോ എത്ര ഭംഗിയായിട്ട് പെരുമാറിയാലും ഉള്ളിൻ്റെ ഉള്ളില് ക്രിസ്തുമതത്തിനു വേണ്ടി ക്രിസ്ത്യാനി ജീവിക്കുന്നു, ഇസ്ലാം മതത്തിനു വേണ്ടി മുസ്ലിങ്ങൾ ജീവിക്കുന്നു. അവനവൻ്റെ മതത്തിലുള്ളവരുടെ എണ്ണം കൂട്ടലും അവനവൻ്റെ പള്ളിയിലുള്ളവരുടെ എണ്ണം കൂട്ടലും, എത്രത്തോളം പള്ളികൾ ഉണ്ടാക്കാൻ സാധിക്കുമോ അത്രയും പള്ളി ഉണ്ടാക്കലും, അതിനുവേണ്ടി ദേശവിദേശത്ത് നിന്ന് എത്ര പൈസ കിട്ടിയാലും അത് വാങ്ങിക്കലും, അവനവൻ്റെ ശമ്പളത്തിൽ നിന്ന് പോലും 10-30% പള്ളിക്ക് വേണ്ടി കൊടുക്കലും, അങ്ങനെ ഭാരതം മുഴുവനും ക്രിസ്തുമതം സ്വീകരിപ്പിച്ച് ക്രിസ്ത്യാനികളാക്കലുമാണ് ലക്ഷ്യമെന്ന് കത്തോലിക്ക ബിഷപ്പ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഫേസ്ബുക്കിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ഭുതം തോന്നി അങ്ങേരുടെ പ്രഭാഷണം കേട്ടപ്പോഴത്തേക്കും. മെത്രാപ്പൊലീത്ത അമൃതാനന്ദമയ്യെ കാണാൻ പോയപ്പോൾ മാർത്തോമാ സഭയിലെ ബിഷപ്പുമാർക്ക് പിടിക്കാതിരിക്കാൻ കാരണം എന്താ അറിയോ? മെത്രാപ്പൊലീത്തയെ അനുഗമിച്ചുകൊണ്ട് വേറെ ക്രിസ്ത്യാനികളും കന്യാസ്ത്രീകളും അച്ഛന്മാരും ഒക്കെ അമ്മയുടെ അടുത്ത് പോയാലുള്ള അവസ്ഥ എന്താ? ഈ അവരുടെ മതം തകരും. അത് സിമന്റ് ഇടാത്ത കരിങ്കല്ലിന്റെ മുകളിൽ ഉണ്ടാക്കിയൊരു മതമാണ്. എപ്പോൾ വേണമെങ്കിലും അത് ഇളകി പോകാം. വെറും 100 വർഷം പോലും പഴക്കമില്ലാത്ത കാനഡയില് 100 വർഷമേ കാനഡ എന്ന രാജ്യത്തിന് പഴക്കമുള്ളൂ. അവിടെ പോലും പള്ളിയിലേക്ക് പോകാൻ ഒരൊറ്റ ആളില്ല എന്നുള്ളത് ആലോചിച്ച് നോക്കാം. ജർമ്മനിയിലൊക്കെ ഏറ്റവും വലിയ പള്ളി സൗദി അറേബ്യയിലെ രാജകുടുംബക്കാരാ വാങ്ങിച്ചിരിക്കുന്നത്. ജർമ്മനിയിലെ ഏറ്റവും വലിയ ക്രിസ്ത്യൻ പള്ളി ഹോൾസെയിലായിട്ട് വാങ്ങിച്ചത് സൗദി അറേബ്യയിലെ രാജകുടുംബമാണ്. അത് ഇസ്ലാം പള്ളിയാക്കിയിട്ട് മസ്ജിദാക്കി മാറ്റിയിട്ടുണ്ട്. ഇതിന് കാരണം എന്താ അറിയാമോ? ഈ ക്രിസ്തു മതം ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിലാണ്. എത്രയാ ചാനലുകൾ സുവിശേഷം എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് ആർപ്പ് വിളിച്ച് ഇങ്ങനെ ഒരു മതം ആരെങ്കിലും പ്രചരിപ്പിക്കാറുണ്ടോ? മതം എന്ന് പറഞ്ഞാൽ മനസ്സിന് മാറ്റം വരുത്താനുള്ള നന്മകളുടെ സന്ദേശമല്ലേ? അതിങ്ങനെ ഈ റോഡ് ടാർ ചെയ്യുന്ന മാതിരി ആണോ പഠിപ്പിക്കുക, പ്രചരിപ്പിക്കുക? ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം. നമ്മുടെ ധർമ്മത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം, ധർമ്മത്തിൽ നിന്ന് വിട്ടുപോയവരെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് പറയുന്നു. പ്രണാമം, നമസ്കാരം.